നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോൾ. ഇന്നത്തെ വീഡിയോ അതായത് 13/1/2026 ബുധനാഴ്ച വൈകിട്ട് സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണ്ണവില വീണ്ടും കുതിച്ച് ഉയർന്നിരിക്കുകയാണ്. ഒരു ഗ്രാമിൻ്റെ മുകളിൽ 735, ഒരു പവൻ്റെ മുകളിൽ 5880 രൂപയാണ് വൈകിട്ട് സ്വർണ്ണവില കൂടിയത്. അതേസമയം റബ്ബറിൻ്റെ വിലയും കൂടിയിരിക്കുകയാണ്. ഈ സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് 14,850, ഒരു പവൻ 1,18,800 അതുപോലെ 24 ക്യാരറ്റ് 16,200, ഒരു പവൻ 1,29,600 അതുപോലെ 18 ക്യാരറ്റ് ഒരു 12,150, ഒരു പവൻ 97,200 ഇതാണ് വൈകിട്ടത്തെ സ്വർണ്ണവില. ഇന്ന് സ്വർണ്ണവില കൂടാൻ കാര്യം കേന്ദ്ര സർക്കാരിൻ്റെ ഇറക്കുമതി നയത്തോടുള്ള പ്രഖ്യാപനമാണ്. അതേസമയം റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കോട്ടയം ബോർഡ് വില RSS 4 കിലോ 261, RSS 5 കിലോ 257, ISN 20 211, ലാറ്റക്സ് 60% ARC 162.75 ഇതാണ് വൈകിട്ടത്തെ കോട്ടയം വില. കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 261, RSS 5 കിലോ 257 ഇതാണ് വൈകിട്ടത്തെ കൊച്ചി വില. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% ARC ഒട്ടുപാൽ കിലോ 157, 60% ARC ഒട്ടുപാൽ കിലോ 117.75 അഗർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 249, RSS 5 കിലോ 246 ഇതാണ് വൈകിട്ടത്തെ റബ്ബർ വില. ഇന്ന് രാവിലെയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 1 രൂപയാണ് കൂടിയിരിക്കുന്നത്. RSS 4ഉം 5ഉം. 102 സീറ്റ് നേടിയ UDFിൻ്റെ മുഖ്യമന്ത്രി ആര്? മുഖ്യമന്ത്രി തീരുമാനം ഇന്നുണ്ടാകുമെന്ന് പ്രതീക്ഷയെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. വേഗത്തിൽ തീരുമാനം ഉണ്ടാകേണ്ടതുണ്ടെന്ന് പറഞ്ഞ കുഞ്ഞാലിക്കുട്ടി തീരുമാനം വൈകില്ലെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും കൂട്ടിച്ചേർത്തു. സോണിയാഗാന്ധി ലീഗ് നേതൃത്വവുമായി സംസാരിച്ചിട്ടില്ലെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. ഹൈക്കമാൻഡ് തീരുമാനം വന്നാൽ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാൻ സാദിഖ് അലി തങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. എന്നാൽ മുഖ്യമന്ത്രി ആരായാലും കുഴപ്പമില്ല, VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് സമസ്ത ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന സമസ്ത ആവശ്യപ്പെട്ടായി വന്ന വാർത്തകൾ വ്യാജമെന്നും സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണെന്നും മുഖ്യമന്ത്രി ആരായാലും കുഴപ്പമില്ലെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പ്രതികരിച്ചു. വിജയിച്ച 62 കോൺഗ്രസ്സുകാരും മുഖ്യമന്ത്രിയാവാൻ യോഗ്യരാണ്. മുഖ്യമന്ത്രി ആരായാലും സമസ്തയെ സഹായിക്കുമെന്നും ഉറപ്പാണ്. ആര് മുഖ്യമന്ത്രിയായാലും സമസ്തയെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കൂട്ടിച്ചേർത്തു. ജനങ്ങളും കുട്ടികളും വിദ്യാർത്ഥികളും എല്ലാം വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് മുഖ്യമന്ത്രി ആര്. അതിനുശേഷം ഭരണം നല്ല രീതിയിൽ നടക്കുമെന്നുള്ള പ്രതീക്ഷയിൽ മിക്ക ജനങ്ങളും. SLC +2 പരീക്ഷാഫലങ്ങൾ ഉടനെ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. CBSEയുടെ റിസൾട്ട് ഇന്ന് വന്നു. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്ന വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും, ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.